കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 മാർച്ച് മാസം 15-ാം തീയതി ഏകാദശിയാണ് പാപമോചിനി ഏകാദശി. വൈഷ്ണവ ഏകാദശിയെ സംബന്ധിച്ചിടത്തോളം ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ദിവസമാണ് നമ്മൾ ഏകാദശിയായി ആചരിക്കുന്നത്. ഇത്തവണത്തെ മഹാദ്വാദശിക്ക് പറയുന്ന പേര് നരസിംഹ ദ്വാദശി എന്നാണ്. അതുകൊണ്ട് തന്നെ ഏകാദശി ദിവസം നമ്മൾ ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ, ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ജപിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഭഗവാന്റെ നരസിംഹ അവതാരം കൂടി ഓർത്ത് പ്രാർത്ഥിക്കണം. ഭഗവാനെ നരസിംഹ രൂപത്തിൽ പ്രാർത്ഥിക്കണം. കാരണം അന്ന് മഹാദ്വാദശിയുണ്ട്. മഹാദ്വാദശി തുടങ്ങുന്നത് മാർച്ച് 15-ാം തീയതി രാവിലെ 9:16 മുതൽ 16-ാം തീയതി രാവിലെ 9:40 വരെയാണ്. അതുകൊണ്ട് തന്നെ ഏകാദശി ദിവസം നമ്മൾ നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കണം. നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കണം. മഹാദ്വാദശി വ്രതമായി എടുക്കുന്ന ആളുകളുണ്ട്. ധാരാളം ആളുകൾ അങ്ങനെയും ചെയ്യുന്നുണ്ട്. മഹാദ്വാദശി വ്രതത്തിന്, അതായത് നരസിംഹ മഹാദ്വാദശി വ്രതത്തിന് ഒരു കഥയുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ദുർവാസാവ് മഹർഷിയാണ് ആ കഥ പറഞ്ഞു തന്നിരിക്കുന്നത്. പണ്ട് ഭരതൻ എന്ന ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന് വത്സൻ എന്ന ഒരു മകനുണ്ടായിരുന്നു. ധർമ്മിഷ്ഠനായിരുന്നു ഭരതൻ എന്ന രാജാവ്. അദ്ദേഹം വൃദ്ധനായപ്പോൾ വത്സൻ എന്ന തൻ്റെ മകനെ രാജ്യമൊക്കെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം വനത്തിലേക്ക് സന്യാസത്തിന് പോയി. അങ്ങനെ വത്സൻ എല്ലാ ജനങ്ങൾക്കും ക്ഷേമം നൽകുന്ന രീതിയിൽ രാജ്യം ഭരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ശത്രു രാജ്യത്തിൽ നിന്നും ചില ശത്രുക്കൾ ഈ രാജ്യത്തിലേക്ക് കടന്നു വരികയും വത്സൻ എന്ന രാജാവിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ വത്സനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി നടന്ന് കാട്ടിലേക്ക് പോകുന്നു. എല്ലാം ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. അങ്ങനെ ഇവർ നടന്ന് കാട്ടിലെത്തി വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിൽ താമസിക്കാനായിട്ട് തുടങ്ങി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ വസിഷ്ഠ മഹർഷി ഈ വത്സൻ എന്ന രാജാവിനോട് ചോദിച്ചു, അങ്ങ് എന്തിനാണ് രാജ്യമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ആ സമയത്താണ് ഈ വത്സൻ എന്ന രാജാവ് നടന്ന കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് വസിഷ്ഠ മഹർഷിയോട് പറയുന്നത്. എന്നിട്ട് ചോദിക്കുന്നു, എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എൻ്റെ രാജ്യം തിരിച്ചു കിട്ടുന്നതിന് എന്ന് ചോദിക്കുന്നു. അപ്പോൾ വസിഷ്ഠ മഹർഷിയാണ് നരസിംഹ മഹാദ്വാദശി വ്രതം അനുഷ്ഠിക്കുവാൻ പറയുന്നത്. അങ്ങനെ വിധിപൂർവം നരസിംഹ മഹാദ്വാദശി വ്രതം അനുഷ്ഠിക്കുകയും നരസിംഹദേവനെ പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ മഹാവിഷ്ണു നരസിംഹ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ദിവ്യമായ ചക്രായുധം രാജാവിന് നൽകുകയും ചെയ്യുന്നു. അങ്ങനെ ആ ചക്രായുധത്തിൻ്റെ സഹായത്താൽ പിന്നീട് രാജാവ് തൻ്റെ രാജ്യം തിരിച്ച് പിടിക്കുന്നു. വളരെ ക്ഷേമകരമായി ജനങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ക്ഷേമവും ഉറപ്പുവരുത്തിക്കൊണ്ട് പിന്നീട് ആ രാജാവ് രാജ്യം ഭരിക്കുകയാണ്. അങ്ങനെ 10,000 അശ്വമേധയാഗങ്ങൾ ഈ വത്സൻ എന്ന രാജാവ് നടത്തുന്നു. അവസാനം അദ്ദേഹം വിഷ്ണുപദം പൂകി മോക്ഷം കിട്ടി വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നു. ഇതാണ് നരസിംഹ മഹാദ്വാദശി വ്രതത്തിൻ്റെ കഥ. അതായത് തനിക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം വീണ്ടെടുത്തു ഈ നാമജപത്തിലൂടെ, ഈ പ്രാർത്ഥനയിലൂടെ, ഈ വ്രതനിഷ്ഠയിലൂടെ. അതുകൊണ്ട് തന്നെ ഈ പാപമോചിനി ഏകാദശി ദിവസം ഏകാദശി എടുക്കുന്ന എല്ലാവരും, ഇനി അഥവാ ഏകാദശി എടുക്കുന്നില്ലെങ്കിൽ പോലും, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടുന്ന മഹാവിഷ്ണുവിൻ്റെ രൂപം എന്ന് പറയുന്നത് നരസിംഹ രൂപമാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ നമുക്ക് പ്രാർത്ഥിക്കാം, മഹാവിഷ്ണു എന്ന രൂപത്തെ നമുക്ക് പ്രാർത്ഥിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ ആ കൂട്ടത്തിൽ നിങ്ങൾ നരസിംഹദേവനെ കൂടി പ്രാർത്ഥിക്കുക. ഭഗവാന്റെ നരസിംഹ അവതാര കഥ കേട്ട് പ്രാർത്ഥിക്കുക.
നാമം ജപിക്കുക. നരസിംഹമൂർത്തിയുടെ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ ക്ഷേത്ര ദർശനം ചെയ്യുക. മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലോ നരസിംഹമൂർത്തിയുടെ ക്ഷേത്രങ്ങളിലോ നെയ്വിളക്ക് തെളിയിക്കുക. വീട്ടിൽ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. നരസിംഹസ്വാമിയുടെ മന്ത്രങ്ങൾ പാരായണം ചെയ്യുക. നാമങ്ങൾ പാരായണം ചെയ്യുക. മന്ത്രങ്ങളൊക്കെ ബീജാക്ഷരങ്ങളുള്ള മന്ത്രങ്ങളൊന്നും പാരായണം ചെയ്യരുത്. ഓം നരസിംഹായ നമ അങ്ങനെ ജപിച്ചാലും മതി. അതാണ് ഏറ്റവും ശ്രേഷ്ഠം. അങ്ങനെ ഒരു 108 തവണയൊക്കെ ജപിക്കാം. പാനകം വഴിപാടായി സമർപ്പിക്കാം. പാനകം വളരെ ശ്രേഷ്ഠമാണ്. പാനകം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമില്ലെങ്കിൽ ധാരാളം വീഡിയോസ് യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. ജലത്തിനകത്തേക്ക് ശർക്കര, അതുപോലെ തന്നെ ചുക്കിൻ്റെ പൊടി, ഏലക്കയുടെ പൊടി, വേണമെങ്കിൽ അല്പം പച്ചക്കർപ്പൂരം, ഇതൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ചിലർ അല്പം നാരങ്ങാനീര് ഒഴിക്കും. ശർക്കരയാണെങ്കിൽ ഒട്ടും കല്ലില്ലാത്ത ശർക്കര പൊടിച്ച് ചേർക്കണം. അല്ലെങ്കിൽ ശർക്കര പൊടിയായിട്ട് മേടിക്കാനായിട്ട് കിട്ടും, ആ പൊടി ചേർക്കുക. അല്ലെങ്കിൽ ഉരുക്കി അരിച്ചെടുത്ത ശർക്കര അത് ചേർക്കണം. അതായത് ശുദ്ധമായ തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് അല്പം ശർക്കര ചേർക്കുക, ചുക്കിൻ്റെ പൊടി ചേർക്കുക, ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർക്കാം, പച്ചക്കർപ്പൂരം, അതായത് നമ്മൾ അമ്പലത്തിൽ കത്തിക്കുന്ന കർപ്പൂരമല്ല, കടയിൽ നിന്നും നമുക്ക്, അതായത് അങ്ങാടി മരുന്ന് കടയിൽ നിന്നും ഔഷധം എന്ന രൂപത്തിൽ കിട്ടുന്ന പച്ചക്കർപ്പൂരം, അത് ഒരു നുള്ള് ചെറുതായിട്ടൊന്ന് പൊടിച്ച് നമുക്ക് ചേർക്കാം. നമ്മുടെ തിരുപ്പതി ലഡുവിലൊക്കെ ചേർക്കാറുണ്ട്. ശ്രദ്ധിക്കുക, അമ്പലത്തിൽ കത്തിക്കാൻ മേടിക്കുന്ന കർപ്പൂരം കത്തിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ മേടിക്കുന്ന അതല്ല, അത് വിഷമാണ്. അതൊന്നും ഇടരുത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പച്ചക്കർപ്പൂരം ഉപയോഗിക്കണം. ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് വേണമെങ്കിൽ അല്പം നാരങ്ങാനീരും കൂടെ ചേർത്ത് ഇളക്കി തുളസി ഇലകൾ സമർപ്പിച്ച് നമുക്ക് ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം നമുക്കത് പ്രസാദമായി സ്വീകരിക്കാവുന്നതാണ്. ഇതാണ് പാനകം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കണം, അക്കാര്യം ശ്രദ്ധിക്കുക. വളരെ നല്ലതാണ്. ഭഗവാന് നൈവേദ്യമായി സമർപ്പിക്കുന്നതിന് ക്ഷീണം മാറാൻ നല്ലതാണ്. ഏകാദശി ദിവസങ്ങളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. കാരണം വെള്ളം, ശർക്കര, അതുപോലെ ചുക്കിൻ്റെ പൊടി നമുക്ക് ഉപയോഗിക്കാം, ഏലക്കയുടെ പൊടി നമുക്ക് ഉപയോഗിക്കാം, നാരങ്ങാനീര് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പാനീയമായി ഉണ്ടാക്കിയിട്ട് ഭഗവാന് സമർപ്പിക്കാം. ഇതാണ് പാനകം. ഇത് നരസിംഹമൂർത്തിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ്. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തെക്കേടത്ത് നരസിംഹമൂർത്തിയുടെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു വഴിപാടാണ് പാനക വഴിപാട്. അത് സമർപ്പിക്കാം. അത് നിങ്ങൾക്ക് പ്രസാദമായി അന്നേ ദിവസം സ്വീകരിക്കാം. അങ്ങനെ നരസിംഹമൂർത്തിയെ ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഈ ദിവസത്തെ പ്രാധാന്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.